മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എപ്സന്റെ മോണോക്രോം ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M3170 എന്ന പ്രിന്ററിൽ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ M3170 എന്ന പ്രിന്റർ രണ്ട് വഴിയിലൂടെ നിങ്ങൾക്ക് സ്കാനിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇതിന് ADF യൂണിറ്റ് വരുന്നുണ്ട്. സാധാ നോർമൽ എല്ലാ പ്രിന്ററിനുള്ള പോലെ തന്നെ സാധാ സ്കാനർ ഗ്ലാസ് ആണ് ഈ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് സിംഗിൾ ഡോക്യുമെന്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ ഒരു ഡോക്യുമെന്റ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് ഇതേപോലെ ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് വെക്കേണ്ടത്. കറക്റ്റാക്കി ആ പൊസിഷനിൽ വെക്കണം. എന്നിട്ട് ആ ഡോർ ക്ലോസ് ചെയ്യുക. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യാനുള്ള മറ്റൊരു വഴിയാണ് ADF യൂണിറ്റ്. മുകളിൽ കാണുന്ന ഈ ഒരു യൂണിറ്റ് ഡോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് ഇതേപോലെ കറക്റ്റായിട്ട് ഇവിടെ ലിവർ അഡ്ജസ്റ്റ് ഫ്രീ ആക്കി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഈ ഒരു സ്ലോട്ടിലോട്ട് ഇൻസർട്ട് ചെയ്യുക. ഇങ്ങനെ രണ്ട് മെത്തേഡിലാണ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷന് എപ്സൺ സ്കാൻ ടു എന്ന ആപ്ലിക്കേഷൻ അതിന് വരുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താണ് ഞാൻ എന്ത് ചെയ്തു, സെർച്ച് ചെയ്ത് അവിടെ എപ്സൺ സ്കാൻ 2 എന്നുള്ള ടൈപ്പ് ചെയ്യുന്നതോടുകൂടി മുകളിൽ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതാണ് ആപ്ലിക്കേഷൻ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. നോർമൽ കേസിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് മുമ്പ് സ്കാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണുന്നുണ്ട്. നോർമൽ മെത്തേഡിൽ ഇങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയുണ്ടാവുക. ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ് സോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ADFും പിന്നെ സ്കാനർ ഗ്ലാസും. അങ്ങനെ ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാം. പിന്നെ ഡോക്യുമെൻറ്റ് സൈസ് ഏതാ വേണ്ടതെന്നുള്ളത് A4 ഏതാ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇമേജ് ടൈപ്പ് ഓട്ടോ ആണോ, കളറാണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണോ, ഗ്രേ സ്കെയിലാണോ ഏതാ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1200 വരെ സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, റെസൊല്യൂഷൻ കൂടുന്തോറും സ്കാനിങ് സ്ലോ ആവും, റെസൊല്യൂഷൻ കുറയുന്തോറും പെട്ടെന്ന് സ്കാനിങ് നടക്കും. അതേപോലെ ക്ലിയറും കുറവായിരിക്കും റെസൊല്യൂഷൻ കുറയും തോറും. നോർമൽ എല്ലാവരും 200 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ റൊട്ടേറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് വലിയ പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴെയുള്ളത് നമുക്ക് കൂടുതൽ മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. അതെങ്ങനെയെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ തൽക്കാലം നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട് നോർമൽ കേസിൽ എങ്ങനെയാണ് പെട്ടെന്ന് സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ടിക്ക് ഒഴിവാക്കുന്നു. പിന്നെ ഈ താഴെ കാണുന്ന ഇമേജ് ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്, PDF-ലാണോ, JPEG-ലാണോ, PNG-ലാണോ, ഏത് ഇതിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നോർമൽ എല്ലാവരും PDF ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് പേരിലാണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടതെന്നുള്ളത് അത് നിങ്ങൾക്ക് ഈ സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ താഴെ കാണുന്ന ആഡ് ഡേറ്റ് എന്നുള്ള ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന ആ പേരിലായിരിക്കും ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇന്നത്തെ നമ്മൾ കറണ്ട് ഡേറ്റും ടൈമും അതിൻ്റെ കൂടെ അറ്റാച്ച് ആയി വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ഇപ്പോൾ വീഡിയോയിൽ അത്ര പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്യാൻസൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, അതാണ് ഈ ഫോൾഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിക്കാനുള്ളൊരു ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. അത് നിങ്ങൾക്ക് അവിടെ ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഫോൾഡർ ഉണ്ടാക്കാം. പിന്നെ പ്രിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അവിടെ വെച്ച ഡോക്യുമെൻറ്റ് നമുക്കിവിടെ ചെറിയ രീതിയിൽ കാണാൻ സാധിക്കും. അത് പ്രൊഫഷണൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പ്രിവ്യൂ ഓപ്പൺ ആയി വന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ മൗസ് പോയിന്റർ ഇപ്പോൾ ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് പ്ലസ് എന്നുള്ളൊരു സിമ്പിളായിട്ട് മാറിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഇതേപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ, നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ് ഫുള്ളായിട്ട് സേവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ രീതിയിൽ ക്രോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പ്രിവ്യൂ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ ഈ മുകളിൽ കാണുന്ന ഇറേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ ഭാഗം ഒഴിവാക്കേണ്ടതാണ്. എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്കാനിങ് ക്രോപ്പ് ചെയ്യാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്കാനിങ് ആണ്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡോക്യുമെൻറ്റ് സ്കാനിങ് ആവുന്നതാണ്. എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണോ സേവ് പാത്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് സേവ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം.
ഓക്കെ, ഞാൻ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിലാണ് സേവ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ സേവ് ആയിട്ടുണ്ട്. അതിന് മുമ്പ് സേവ് ചെയ്ത 2-3 ഫയലുകളോട് കിടക്കേണ്ട സാരാക്കേണ്ട. ഇതാണ് നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റ്, കണ്ടില്ലേ. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഇതിപ്പോൾ ഒരു സിംഗിൾ പേജാണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജ് ഉണ്ട്, അത് ഒറ്റ ഫയലിൻ്റെ ഉള്ളിലായിട്ട് 1 by 1 അല്ല, അത് 1, 2, 3 ഒരു PDF-ൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3 അങ്ങനെ പേജ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഞാൻ നേരത്തെ കാണിച്ചു തരാൻ പറഞ്ഞ ഇവിടെ ടിക്ക് ചെയ്താണ്ടുള്ള ഓപ്ഷന്. ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നു. യെസ്, ഇവിടെ ഞാൻ നേരത്തെ കണ്ടില്ലേ, ഈ ഒരു ഓപ്ഷൻ അതിന് ഉപയോഗിക്കുന്നതാണ് മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യാൻ. അതായത് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് 2-3 പേജ് 1, 2, 3 അങ്ങനെ പേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു സ്കാനിങ് നടക്കും. അതിന് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ കമാൻഡ് വരുന്നതാണ്. യെസ്, ഇങ്ങനെ കമാൻഡ് വരുന്നതാണ്. ഇവിടെ ആഡ് സേവ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സേവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡോക്യുമെൻറ്റ് ഡയറക്റ്റ് ഇപ്പോൾ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിൽ സേവ് ആവും. നിങ്ങൾക്ക് കൂടുതൽ പേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ ആഡ് എന്നുള്ളത് ഉപയോഗിക്കേണ്ടത്. അതവിടെ നിങ്ങൾക്ക് ഡീപ്പായി അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളവിടെ ഡോക്യുമെൻറ്റ് മാറ്റി വെച്ചതിന് ശേഷം പുതിയ ഡോക്യുമെൻറ്റ് സ്കാനർ ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം വീണ്ടും ആഡ് എന്ന് കൊടുക്കുന്നതോടുകൂടി വീണ്ടും സ്കാനിങ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ വീണ്ടും ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സ്കാൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് എന്ന് കൊടുക്കുക. അല്ല സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് എടുത്തുകൊണ്ടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് സേവ് ആവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയേണ്ട ഒരു വ്യത്യാസം കാണിച്ചു തരാം. കണ്ടില്ല, നിങ്ങൾക്ക് PDF ഓപ്പൺ ആക്കുന്ന സമയത്ത് മുകളിൽ 1/2 എന്ന് കാണുന്നുണ്ട്. അതായത് ഇത് 2 പേജ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ജസ്റ്റ് അതേ ഡോക്യുമെൻ്റാണ് വെച്ചത്, അതുകൊണ്ട് തന്നെ അത് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.